ഏകദേശം ഒരു മാസം മുൻപാണ് നമ്മൾ ഉൾപ്പെടെ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഈ ഒരു യുവാവിൻ്റെ നെയ്യാറ്റിൻകര സ്വദേശിയായ യുവാവിൻ്റെ നടു റോഡിൽ കൂടിയുള്ള ഈ ഒരു അഭ്യാസ പ്രകടനം KSRTC ബസ്സിനെ പോലും അപകടപ്പെടുത്തുന്ന തരത്തിൽ ബസ്സിന് നേർക്ക് ചെല്ലുന്ന വീഡിയോ ഒക്കെ തന്നെ അന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു. ഇതിനെതിരെ നമ്മളും വാർത്ത ചെയ്തതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ MVD ഈ യുവാവിൻ്റെ ബൈക്ക് അന്ന് കസ്റ്റഡിയിലെടുക്കുക ഈ യുവാവിന് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയാണ് ചെയ്തത്. പക്ഷേ ആ ഒരു ബൈക്ക് നിലവിൽ ഈ യുവാവിന് തിരിച്ചു നൽകിയിട്ടില്ല. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞ് ഏകദേശം ഇപ്പോൾ 3 ആഴ്ചയോളം പിന്നിടുന്നു. ഇതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം വീണ്ടും ആ യുവാവിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്ന് വീണ്ടും ഒരു വീഡിയോ പുറത്തു വരുന്നത്. വളരെ അപകടകരമായ രീതിയിൽ അമിത വേഗത്തിൽ ഫുട്പാത്തിലൂടെ ബൈക്ക് ഓടിക്കുന്ന ഒരു വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം ഈ യുവാവ് വീണ്ടും ഇൻസ്റ്റാഗ്രാം വഴി പ്രചരിപ്പിച്ചത്. അതുമാത്രമല്ല അന്ന് ഈ യുവാവിനെ കസ്റ്റഡിയിലെടുക്കാൻ ഇടയാക്കിയ ആ വീഡിയോ പോലും ഇപ്പോഴും MVDയെയും കേരള പോലീസിനും മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരിക്കുന്നത്. അത് ഡിലീറ്റ് ആക്കാൻ പോലും തയ്യാറായിട്ടില്ല. അതായത് ഇത്തരത്തിലുള്ള വാർത്ത പ്രചരിച്ചിട്ടും പോലീസ് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ട വാഹനം പിടിച്ചെടുത്തിട്ട് പോലും യുവാവിന് അതിലൊരു തെറ്റ് പോലും തോന്നിയിട്ടില്ല എന്നുള്ളത് നമുക്ക് ആ വീഡിയോ ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ പ്രചരിക്കുന്നുണ്ട് എന്നുള്ളതിൽ നിന്ന് മനസ്സിലാക്കാം. എന്തായാലും കടുത്ത ശിക്ഷ തന്നെ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും ആവർത്തിക്കും. ഇത് ഈ ഒരു യുവാവിൻ്റെ മാത്രം കാര്യമല്ല. ഇത്തരത്തിൽ ഫുട്പാത്തിൽ കൂടി വാഹനം ഓടിക്കുമ്പോൾ മറ്റുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകാൻ സാധ്യത. കാൽനട യാത്രക്കാരൊക്കെ തന്നെ ഫുട്പാത്തിൽ കൂടി സഞ്ചരിക്കുന്നവരുടെ മധ്യത്തിലേക്ക് ഇത്തരത്തിൽ വലിയ വേഗതയിൽ ഒരു ബൈക്ക് കയറി വന്നു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഈ മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇത്തരത്തിലുള്ള ഈ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെയുള്ള കടുത്ത ശിക്ഷാ നടപടികളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കാണുന്നത്. ഇവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുക, അതുമാത്രമല്ല ഇവരെ ബോധവൽക്കരണ ക്ലാസ്സുകളിൽ പങ്കെടുപ്പിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും ഈ ആലപ്പുഴയിൽ നിന്ന് അപകടകരമായ രീതിയിൽ കാറിൽ സഞ്ചരിച്ച യുവാക്കളെ കസ്റ്റഡിയിലെടുക്കുകയും അവരെ ബോധവൽക്കരണ ക്ലാസ്സിന് പങ്കെടുപ്പിക്കുകയും തുടർന്ന് ആ യുവാക്കളെ കൊണ്ട് ഇത്തരത്തിൽ ലൈസൻസ് എടുക്കാൻ വരുന്നവർക്കൊക്കെ തന്നെ ക്ലാസ് എടുപ്പിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അത്തരത്തിലുള്ള ശിക്ഷാ നടപടികളൊക്കെ തന്നെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും ആവർത്തിക്കും. ഇത് വീണ്ടും ആവർത്തിച്ചു കഴിഞ്ഞാൽ ഈ ഒരു യുവാക്കൾക്ക് മാത്രമല്ല ഇതുപോലത്തെ സാഹചര്യത്തിലുള്ള മറ്റു യുവാക്കൾക്കും ഇത്തരത്തിൽ സാഹസിക അഭ്യാസ പ്രകടനങ്ങൾ കാണിക്കാനും അത് വീഡിയോ പകർത്തി ഇൻസ്റ്റാഗ്രാമിലൊക്കെ തന്നെ ഷെയർ ചെയ്യുന്നതിന് അവർക്ക് വീണ്ടും ഇതൊരു അവസരമൊരുക്കുമെന്നാണ് പറയാനുള്ളത്.